മൈസൂരിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ഹോം സ്റ്റേ ആണോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 3 ബെഡ്റൂമോട് കൂടി, അതും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം കേട്ടോ. അതും വലിയൊരു ഹോളും കിച്ചണും എല്ലാം കൂടെ ആയിട്ടുള്ള നല്ലൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ എല്ലാം വരികയാണെങ്കിൽ പുറത്ത് ഹോട്ടലിൽ നിന്ന് റൂം എടുക്കുന്ന അത്ര പോലും പൈസ ആവുന്നില്ല കേട്ടോ ഈ ഒരു ഹോം സ്റ്റേയിൽ. അതും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫാമിലി ആയിട്ട് നിൽക്കുകയും ചെയ്യാം. കുക്ക് ചെയ്യാൻ കിച്ചണും എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യമുള്ള നല്ലൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പറും എല്ലാം തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ ഹോം സ്റ്റേയിൽ പോകുന്ന വഴി കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയുള്ള വഴികളാണ്. അതും നമ്മളെ ഈ ഒരു കർണാടകൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചിട്ട് വേണം എനിക്ക് ഹോം സ്റ്റേയിൽ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, കർണാടകൻ്റെ ഉൾഗ്രാമങ്ങളിലൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതാ ഇത് കൂടുതലൊന്നുമില്ല, നമ്മൾ മൈസൂർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അറൗണ്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു സംഭവം. പക്ഷേ എനിക്ക് ഇവിടെ പോകുമ്പോൾ കുറച്ച് കൃഷിയിടവും അതുപോലെ തന്നെ അത് പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള വഴിയാട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ ആസ്വദിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുള്ള വഴികളാണ്. അപ്പോൾ അതാ നമ്മൾ ഹോം സ്റ്റേൻ്റെ ഒരു എൻട്രൻസ് ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഹോം സ്റ്റേയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിച്ചിട്ട് വരാം. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റേയും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഹോം സ്റ്റേൻ്റെ ഇതാണ് കേട്ടോ സ്റ്റേ ചെയ്യാനുള്ള വീട്. ഈ ടൗണിൻ്റെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ ഇവിടെ. നല്ല കിളികളുടെ ശബ്ദവും കാര്യമൊക്കെ ആയി നല്ല അടിപൊളിയൊരു നമുക്ക് സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ, നല്ല സ്വസ്ഥമായിട്ട് നിൽക്കാം കേട്ടോ. അതുപോലെ ഇവിടെ തന്നെ ഇതാ ഫുൾ CCTVയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെക്യൂർഡ് ആയിട്ടാണ് പുറത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഇതാ കയറുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നത് ഈ ഒരു ഹോളാണ് കേട്ടോ. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയൊരു ഹോളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനും കാര്യമൊക്കെ ആയിട്ട് അവിടെ ചെയറും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നല്ലൊരു നമ്മളെ വീടൊക്കെ പോലെ, നമ്മളൊരു വീട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഇതാ ചെന്ന് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ, അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഒരു ഫാമിലിക്ക് പറ്റിയ അത്രയും തന്നെ വലിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് കേട്ടോ. പിന്നെ ഇതാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ബെഡ്റൂമുകളാണെങ്കിലും അതുപോലെ തന്നെ ബാത്റൂം ആണെങ്കിലും വീടും എല്ലാം തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ ഇതാ നിങ്ങൾ തന്നെ കണ്ടില്ലേ, നല്ല നീറ്റുള്ള ബാത്റൂമാട്ടോ. ഞാൻ റൂംസിൻ്റെ എല്ലാം വീഡിയോ ഇടുമ്പോൾ നിങ്ങളതിൽ റൂം കാണുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ എന്നോട് ചോദിക്കുന്ന ബാത്റൂം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് പറയാൻ കാരണം കേട്ടോ. കാരണം ഞാനും പുറത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ റൂം നോക്കുമ്പോൾ ബാത്റൂം എങ്ങനെയാണെന്ന് നോക്കാറ്. അപ്പോൾ ഇതാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ ബാത്റൂം ആട്ടോ ഇവിടെ. പിന്നെ റൂംസ് എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഈ ഹോളിലോട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഹോളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ബാക്കി ബെഡ്റൂംസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹോളിൽ തന്നെ നല്ല സ്പേഷ്യസ് ആട്ടോ, നല്ല വലിയ ഹോളാണ്. നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടെ നല്ല എല്ലാവരും കൂടെ ഇരിക്കാനാണെങ്കിലും അതുപോലെ കൂടുതൽ പേരുണ്ടെങ്കിൽ കിടക്കാനാണെങ്കിൽ എല്ലാം തന്നെ ആ ഒരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം എക്സ്ട്രാ ബെഡും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഹോളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ബാക്കി ബെഡ്റൂംസ് വരുന്നത്. അതിൽ ഒരു ബെഡ്റൂം ആട്ടോ ഇതും മറ്റേ ബെഡ്റൂം കാണിച്ച പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂം ആട്ടോ. ഒരു ഫാമിലിക്ക് പറ്റിയ അത്ര വലിയ ബെഡ്റൂമാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ സൈഡിലായിട്ട് കണ്ടില്ല, എക്സ്ട്രാ ബെഡും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ബാത്റൂം ഈ ഒരു സൈഡിലാട്ടോ വരുന്നത്. ഇതും തന്നെ നല്ല നീറ്റായിട്ടുള്ള ബാത്റൂം ആട്ടോ എല്ലാം തന്നെ ഉള്ളത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേസിൽ വലിയ ബാത്റൂമുകളാട്ടോ എല്ലാം. നാട്ടിൽ നിന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞ ചിലവ് നിൽക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഹോം സ്റ്റേകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തായാലും നമ്മളൊരു ഫാമിലി ആയിട്ട് വരുമ്പോൾ കുറച്ചധികം പേരുണ്ടാവും. പുറത്ത് ഹോട്ടലിലെല്ലാം റൂം എടുക്കുമ്പോൾ 2000 എബവ് ആവേ ഉള്ളൂ നല്ല റൂംസിനെല്ലാം തന്നെ. അങ്ങനെ തന്നെ കുറേ പൈസ അവിടെ പോകും. അപ്പോൾ അതിനെക്കാട്ടിൽ നല്ല ഇങ്ങനത്തെ ഹോം സ്റ്റേകളാകുമ്പോൾ കുറഞ്ഞ പൈസയിൽ നമുക്ക് ഫാമിലി ആയിട്ട് നിൽക്കുകയും ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ആ ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ തന്നെ നമ്മളെ കുട്ടികളെല്ലാം ഉണ്ടാവുന്ന ആൾക്കാർക്ക്, ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തുനിന്നുള്ള ഫുഡൊന്നും പറ്റില്ലല്ലോ. അവർക്ക് നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക തന്നെ വേണം ഫുഡ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർക്കെല്ലാം കൂടുതൽ ബെറ്റർ ഇങ്ങനത്തെ ഒരു ഹോം സ്റ്റേകളാട്ടോ. അതാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യണ പോലെ തന്നെ കുക്ക് ചെയ്തിട്ട് ഈ ഹോം സ്റ്റേയുടെ ലൊക്കേഷൻ എല്ലാം തന്നെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. 4000 രൂപക്കാണ് കേട്ടോ ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. പിന്നെ സീസൺ ടൈം ആകുമ്പോൾ ചെറിയ വേരിയേഷൻസ് റേറ്റിൻ്റെ കാര്യത്തിൽ വരും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവർ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞു തരും. പിന്നെ ഇവർ വിളിച്ചതിന് ശേഷം മാത്രം വരിക കേട്ടോ. വിളിച്ച് നേരത്തെ അവൈലബിൾ ആണ് റൂംസ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രം വരിക. പിന്നെ ഇതാ നേരത്തെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, കൂടുതൽ പേരുണ്ടെങ്കിൽ കിടക്കാനുള്ള സ്പേസ് അവർ ഹാളിൽ ഇങ്ങനെ 2 ബെഡ് സ്പേസ് അവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ കിച്ചണ് തന്നെ നല്ല വലിയൊരു കിച്ചണാണ്. പിന്നെ ഇതാ നിങ്ങൾക്ക് ഈ ഒരു ഹോം സ്റ്റേ അല്ല, ഇനി വേറെ ഹോം സ്റ്റേ ആണ് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അവർക്ക് ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഹോം സ്റ്റേകളുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മൈസൂർ വരുന്നില്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.